السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുയുടെ മഹത്തായ തൗഫീഖിൽ സൂറത്തുന്നൂറോ 50 ക്ലാസ് ആയിട്ട് ഇന്നത്തെ ക്ലാസ് 50 ക്ലാസ്സിലോടുകൂടെ സൂറത്തുന്നൂറോ 64 ആയത്രോ ചെറിയ മട്ടത്തോ വിശദീകരണ പൂർത്തിയാക്കുക സാധ്യമായിട്ടുണ്ട്. അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുന്നൂർ ധാരാളം വിഷയം ഞങ്ങളൊട്ടിಗೆ വിശദീകരിച്ചോ ആജ്ഞാക്കിയോ നിർദ്ദേശന തന്ന സൂറത്തായിട്ടിക്കർ. അള്ളാഹു അതേ പ്രಕಾರ ജീവിക്കൂ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിക്ക് റബ്ബ് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ലാസ്റ്റോ 2 ആയത്രോ അർത്ഥ ചെറിയ മട്ടത്തോ വിശദീകരണമായിട്ടിക്കർ ഉദ്ദേശിച്ചുകൊണ്ടുള്ള 63 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. ഇതായിട്ടിക്കർ 63 ആയത്ത്. കഴിഞ്ഞ ആയത്തിൽ ചെന്ന വിഷയ നിങ്ങൾക്ക് നെനപ്പിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ സ്വഹാബത്ത് പരസ്പര ഒട്ടുസേരുകു അനിവാര്യമായ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സേരിയോട്ടായെങ്കിൽ മുഅ്മിനീങ്ങ എപ്പോഴും റസൂലുള്ളാഹി തങ്ങളെ ഒട്ടിಗೆ ഇക്കുവാർ. അതേ സന്ദർഭത്തിൽ മുനാഫിഖീങ്ങ അങ്ങ് തപ്പാട്ടി പോവാറ്. മുഅ്മിനീങ്ങ ഒരു വേള തങ്ങളൊട്ടിಗೆ ഒരു സഭയിൽ നിന്നിട്ട് പെർമിഷൻ കേട്ടിട്ട് പുറത്തു പോകുമ്പോൾ തങ്ങ ഉദ്ദേശിക്കറക്ക് തങ്ങ പെർമിഷൻ കൊടുക്കണു ചെല്ലോ വിഷയമായിട്ട് എന്ത് കല്ലോ ആയത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചു. ഉടിപ്പ വിശദീകരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ മുഅ്മിനീങ്ങോಗಿക്കനായോ ഒരു ബഹുമാന ഒരു ഗൗരവ ಅದರ ಬಗ್ಗೆ ഇട്ടിക്കർ ഖുർആനൂടെ വിശദീകരിച്ചുകൊണ്ടുള്ളോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ആളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഞങ്ങളോ വർത്തന ബാക്കിയുള്ള ആൾമാരൊട്ടിಗೆ ഇന്നതുപോലെ ഇന്നെങ്കും മെയ്യാവല്ല. ലാ തജഅലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. ലാ തജഅലു നിങ്ങൾ ആക്കണ്ട, മുഅ്മിനീങ്ങളെ നീ ആക്കുകത്തീറ ദുആ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിൽക്കിറത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിൽക്കിറത് നീങ്ങ ആക്കുകത്തീറ കദുആഇ ബഅദികും ബഅദാ. കദുആഇ ബഅദികും നിങ്ങളുടെ കൂട്ടത്തുള്ള കുറെ ആൾമാർ ബിൽക്കിറത് പോലെ ബഅദാ പിന്നെ കുറെ ആൾമാരോ അഥവാ നിങ്ങ പരസ്പര ഒരാൾ പിന്നൊരാളുടെ എങ്ങനെ ബിൽക്കിറമ അതുപോലെ ആവോത്തീറ നിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിൽക്കിറത് പരിശുദ്ധമായിട്ടുള്ള ഖുർആന്റെ കട്ടാജ്ഞയിട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ പോലത്തെ ഒരു സാധാരണ വ്യക്തി അല്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം എങ്ങനെ ബിൽക്കിറമ അതുപോലെ ബിൽച്ചെങ്ങമയാവല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിൽക്കുമ്പോൾ ആ ഒരു ബഹുമാന ആദരവ് ഗൗരവത്തോടു കൂടെ നിങ്ങൾ ബിൽക്കണം. മുഫസ്സിരീങ്ങ വിവരിക്കുന്നത് കാണുക സാധ്യമാവുടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പേരെടുത്തിട്ട് നിങ്ങൾ ബിൽക്കോത്തീറ. സാധാരണ ഞങ്ങ പിന്നൊരാളുടെ ബിൽക്കുമ്പോ പേര് ചെന്നിട്ടല്ലേ ബിൽக்கிறோம். അങ്ങനെ നിങ്ങൾ ബിൽക്കോത്തീറ. യാ മുഹമ്മദ് ഇട്ടാ യാ അഹ്മദ് ഇട്ടാ നിങ്ങൾ അങ്ങനെ ബിൽക്കോത്തീറ. പിന്നെ ബഹുമാനത്തോടു കൂടെ യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് യാ ഹബീബല്ലാഹ് യാ സയ്യിദൽ മുർസലീൻ ഈ നിലക്കുള്ള പദപ്രയോഗ മൂലക നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിൽക്കണോ ചെല്ല ഒരു നിർദ്ദേശനായിട്ട് അല്ലാഹു തആല തന്നിട്ടുള്ളൂ. ഖുർആന്റെ ശൈലി ഇങ്ങനെ. ഖുർആൻ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ബാക്കിയുള്ള അമ്പിയാക്കന്മാരുടെ പേര് വിളിക്കറോടെ യാ മൂസ യാ ഈസ എന്ന് ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. യാ ഇബ്രാഹിം തുടങ്ങിയ പ്രയോഗ ഖുർആനിലുണ്ടോ. അതേ സന്ദർഭത്തിൽ യാ മുഹമ്മദ് എന്ന ഒരു പ്രയോഗ പരിശുദ്ധമായിട്ടുള്ള ഖുർആനിലും ഞങ്ങൾക്ക് കാണുക സാധ്യമാവില്ല. കാരണം ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനിച്ചിട്ട് പദപ്രയോഗം നടത്തിയിട്ടുന്നു. മുഅ്മിനീങ്ങളെ ചൊല്ലും നിങ്ങളും നല്ല മര്യാദയില് ഗൗരവ കൊടുത്തിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കണു. റസൂലുള്ളാഹി തങ്ങളൊട്ടിಗೆ മുഅ്മിനീങ്ങൾ എങ്ങനെ ഇക്കണു ചെല്ലದ ಬಗ್ಗೆ ഖുർആൻ ധാരാളം വിശദീകരിച്ചിരും. സൂറത്തുൽ ഹുജറാത്തിലോ തുടക്കത്തിലും കാണുക സാധ്യമാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ നിങ്ങൾ മുണ്ടുമ്പോ നിങ്ങളുടെ സൗണ്ട് മെല്ലെ സൗണ്ടുള്ളൂ നിങ്ങൾ മുണ്ടോണം. നിങ്ങളുടെ വായ്സ് ಯಾರಾವೋತೀರ നിങ്ങളുടെ വായ്സ് ഒരു വേള ಯಾರಾയോണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലാണ്ടമേ നിങ്ങൾ ആക്കിയ അമല് നിങ്ങൾ ആക്കിയ നല്ല കാര്യ അത് നാശായിട്ട് പോവൂ, അത് ഇല്ലാണ്ടായിട്ട് പോവുണ്ടു പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ എച്ചരിക തണ്ടതും ഖുർആന്റെ
ಬೇರೆ ಜಾಗಲ್ಲಿ ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. ചൊമ്മ നിർദ്ദേശമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി തങ്ങളൊട്ടിയെ മുഅ്മിനീങ്ങളെ വർത്തന എങ്ങനെയിരിക്കണം ചെന്നിട്ട് വിശദീകരിക്കുന്ന ധാരാളം ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. കൂടെ മുഫസ്സിരീങ്ങ പിന്നൊരർത്ഥം കൂടെ കൊടുത്ത ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. ഇപ്പൊ ചെന്നത് റസൂലുള്ളാഹി തങ്ങളും നിങ്ങ വിളിക്കുമ്പോ പരസ്പരം വിളിക്കുന്നത് പോലെ ആക്കോ തീറാണ്ടായിട്ടിക്കർ. പിന്നൊരർത്ഥം കൂടി ഉണ്ട്. എന്തിനെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആക്കോ തീറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുവേള നിങ്ങളെ വിളിച്ചെങ്കിൽ അപ്പമേ നിങ്ങൾ ഉത്തരാക്കണോ ഓർത്തോലെ എന്നെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോണ്ടിക്കുമ്പം നിങ്ങൾ നിസ്കരിച്ചോണ്ടിരുന്നെങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ടുണ്ടായെങ്കിൽ ആ നിസ്കാരത്തെ അവിടമേ നിപ്പാട്ടിട്ട് ബറണോട്ടോ മഹാന്മാരായ അയിമ്മത്ത് പരിശുദ്ധമായിട്ടുള്ള ഖുർആന്റെ ആയത്ത് വിശദീകരിച്ചിട്ട് വ്യാഖ്യാനിച്ചതായിട്ട് കാണുക സാധ്യമാവുള്ളൂ. മൂന്നാമത്തെ ഒരു അർത്ഥമുണ്ട്. അതെന്തിനെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ ദുആ നിങ്ങ സാധാരണ ദുആ പോലെ ആക്കണ്ട. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ എടുക്കുമ്പോ ആ ദുആ അത് സാമാന്യ ദുആ അല്ല, അത് അള്ളാഹു കബൂലാക്കുമ്പോഴത്തെ വിശേഷമായിട്ടുള്ള ദുആ. ആ ദുആറും നിങ്ങൾ പരിഗണിക്കണോ ചെല്ല ഒരു ആശയവും ഇതരോ ഉൾഗത്തിലുണ്ടുണ്ട് മുഫസ്സിരീങ്ങ വിവരിക്കുന്നതായിട്ട് കാണുക സാധ്യമാവുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പൊ ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോ ഞങ്ങളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ല ആയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസ് ഓടെല്ലാം ഉണ്ടാ. അവിടെ റസൂലുള്ളാഹി തങ്ങളോട്ടുള്ള തഅളീം ബഹുമാനത്തെ ഞങ്ങൾ പ്രകടിപ്പിക്കണം. ഒരുവേള പരിശുദ്ധമായോ മദീനത്ത് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്താക്കോ പോന്നിട്ടായെങ്കിൽ അവിടെയും വലിയൊരു ഗൗരവ ഞങ്ങൾ കാട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്താക്കോ പോയി ആ ഒരു സന്ദർഭത്തിലും റൗള ഷരീഫിന്റെ മുട്ടത്തിലും ജോറ് പൽക്കവരുടെ മനുഷ്യന്മാരുള്ളാറ് അവിടെ ഇണ്ടിട്ട് സെൽഫി എടുത്തോണ്ടും പരസ്പരം ചിരിച്ചോണ്ടും പരസ്പരം വീഡിയോ ചിത്രീകരണം ആക്കുന്നതിലെ ബിസിയാവുമ്പോഴത്തെ മനുഷ്യന്മാരുള്ളാറ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ റൗളത്തെ മുട്ട ദൈക്കോ പറയുമ്പോ ഒരു അതബില്ലാണ്ട സ്പീഡില് ഒട്രാസി സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓടി ബണ്ടത് കാണുക സാധ്യമാവുക കുറെ ആൾമാറ് കൊന്തില്ലാത്തത് കൊണ്ടേറ്റിക്കും. ഞങ്ങൾ അങ്ങനെ ആവത്തീറാം. പരിശുദ്ധമായിട്ടുള്ള റൗളത്തെ മുട്ട പോകുമ്പോ മദീന ഷരീഫർ മുട്ട ഞങ്ങൾ പോകുമ്പോ ಅದಕ್ಕೆ ಅದರದಾಯ ಹುರ್ಮತ್ತುಂಡು. ಆ ಹುರ್ಮತ್ರ ഞങ്ങൾ പാലിക്കൊണ്ടും സാന്ദർഭികമായിട്ട് ನಾನು ನೆನಪಾക്കിയിട്ടുള്ളേ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സുങ്ങ ഉണ്ട്. റസൂലുള്ളാഹി തങ്ങളെ ഹദീസല്ലോ ഹദീസ് വിശദീകരിക്കുമ്പോഴത്തെ സദസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മൗലിദ് പാരായണ ചെയ്യുമ്പോഴത്തെ മജ്ലിസ്, ഇതെല്ലാം ഞങ്ങൾ ബഹുമാനിക്കണം, ഇതെല്ലാം ഞങ്ങൾ ആദരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നെങ്കിൽ എങ്ങനെ ബഹുമാനിക്കണമോ അതേപോലെ ഞങ്ങൾ ബഹുമാനിക്കണം. ചരിത്രത്തിൽ കാണ്ട് മഹാനായ സുലൈമാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ചൊല്ലത് കാണ്ട് വഹിക ഇൻസാനുൻ ഇൻദ ഹമ്മാദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു വഹുവ യുഹദ്ദിസു. മഹാനായ ഹമ്മാദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു വലിയ ഇമാമായിട്ട് ആ ഇമാമ് ഹദീസ് ചെന്ന് കൊടുത്തോണ്ടിരിക്കുമ്പോ ആറാ ഒരു മനുഷ്യ അവിടെ ചിരിച്ചിട്ടാവുമ്പോ അയാളുടെ വായിച്ചു തല്ലി ആറയിത്ത്. അപ്പൊ മഹാനായ ഹമ്മാദ് റളിയല്ലാഹു അൻഹു അർസബന്നു വൈത്ത് മഹാനായ ഹമ്മാദ് റളിയല്ലാഹു അൻഹു ചെന്നവിടെ നിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഹദീസ് ഓതി കൊടുക്കറോ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു മജ്ലിസില് ചിരിക്കുന്നത് സൗണ്ട് ഉയർത്തുന്നത് അതാക്കോത്തീറാം. നിങ്ങൾ ചിരിക്കുന്നതും നിങ്ങൾ ശബ്ദം ഉയർത്തുന്നത് അത് റസൂലുള്ളാഹി തങ്ങളെ മജ്ലിസ് ആയതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങയിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളെ സന്നിധിയിൽ സൗണ്ട് ഉയർത്തുന്നത് ചിരിക്കുന്നത് ഏതുപോലെമാ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഹദീസ് ചെല്ലുന്ന മജ്ലിസിലും സൗണ്ട് ഉയർത്തുന്നത് ചിരിക്കുന്നത് ഉണ്ട്. മഹാനായ ഹമ്മാദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ട് കൊടുത്തത് ഞങ്ങൾക്ക് മഹാന്റെ ചരിത്രം ആ ചരിത്രത്തിൽ കാണുക സാധ്യമാവുള്ളൂ. അല്ലാമ ഇസ്മായിൽ ഹിക്കി റഹ്മത്തുള്ളാഹി അലൈഹി വലിയൊരു മുഫസ്സിറൈറ്റിക്കർ, വലിയ മഹാനൈറ്റിക്കർ. ആ മഹാൻ ചെല്ലത് കാണ്ട് ലൗ ദഖല സലഫ് മജാലിസ ഹാദ സമാൻ മിനൽ വഅദി വദ്ദർസി വജ്തിമാഇൽ മൗലിദി വനഹ്ബി ദാലിക. മഹാനായ ഇസ്മായിൽ ഹിക്കി റളിയല്ലാഹു അൻഹു ഒരു 300 വർഷക്കാലം മുതൽ വഫാത്തായിട്ട് പോയ മഹാനൈറ്റിക്കർ. അയാൾ ചെല്ലോ ഞങ്ങളെ ഇണ്ടത്തെ കാലത്തോ മജ്ലിസ് 300 വർഷത്തെ മുന്നോത്തെ വിഷയമല്ലോ ഇണ്ടത്തോ വാളാവട്ടെ ദർസാവട്ടെ മൗലിദ് മജ്ലിസ് ഇങ്ങനത്തെ സദസ്സുകൾ പണ്ടത്തോ മഹാന്മാർ മാത്ത് ബന്നോട്ടായെങ്കിൽ ഞങ്ങളോ മജ്ലിസ് ഞങ്ങാക്കൊമ്പലത്തോ കൊറിയ മര്യാദയ്ക്ക് വിരുദ്ധമായിട്ടുള്ള വർത്തന അശിഷ്ട വർത്തന ഇതിനെ കണ്ടിട്ട് സലഫ് സ്വാലിഹ് അപ്പമേ പോകാത്താറ് ഞങ്ങളെ മജ്ലിസിൽ കൂടുകയും സലഫ് സ്വാലിഹ് ഇഷ്ടപ്പെടല്ലാത്ത കാരണം അത്ര ഒരു അശിഷ്ടു ഞങ്ങൾ കാട്ടാ ഞങ്ങൾ ആൾമാർ കാട്ടാറിട്ട്
മഹാൻ വിശദീകരിക്കുന്നത് കാണുക സാധ്യമാവടു. 300 വർഷത്തെ 300 മജ്ലിസ് ഉണ്ടായെങ്കിൽ ഇന്നത്തെ മജ്ലിസ് പിന്നെ ചെല്ലാണ്ടിക്കുക സാധ്യമല്ല. ನಾವು ಕೊರೆ ಅಶಿಸ್ವರ ವರ್ತನೆ ಆ ಮಜ್ಲಿಸ್ನ ಕಾಟ್ರ ಜೋರು ಪಲ್ಕ ಬರ್ರೋ ಮುಂಡುರೋ ಚಿರಿಕಿರೋ അല്ലെങ്കിൽ മൊബൈൽ എടുത്തിട്ട് അതിൽ വീഡിയോ നോക്കറോ വായിസ് കേൾക്കറോ അല്ലെ വായിസ് ಬಿಡ್ರೋ ഈ നിലക്ക് മൗലിദ് മജ്ലിസിലും ഹദീസ് മജ്ലിസിലും ആക്കറ അതൊരിക്കലും ആക്കൂ തീരാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയെ കാട്ടുമ്പോഴത്തോ ഒരു അഗൗരവമായിട്ടിക്കൊണ്ടു മഹാന്മാർ നമുക്ക് എച്ചരിക്കുന്നറാറ്. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും കാത്തു സലാമത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇവിടെ ഖുർആൻ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിൽക്കുന്നത് നിങ്ങ പരസ്പര ബിൽക്കുന്നത് പോലെ നീ ആക്കോ തീറാം. പിന്നെ അള്ളാഹു തആല അതേ ആയത്തിൽ ചെന്ന വിഷയം ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിബാദാ. കഴിഞ്ഞൊരു ആയത്തിൽ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടിയെ ഒരു വിഷയത്ത് കേട്ട് ഒരു കാര്യത്ത് കേട്ട് നിങ്ങ ഒരുമിച്ച് കൂടി ഉണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങ പുറത്തു പോത്തീറാം. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ബേജാറാവോ. അതുകൊണ്ട് പെർമിഷൻ എടുത്തിട്ടേ പോണു. ചെല്ലൊരു നിർദ്ദേശന കഴിഞ്ഞൊരു ആയത്തിൽ അല്ലാഹു തആല ചെന്നിട്ടിന്നോ അതൊരു മുൻവരുന്ന ഭാഗമായിട്ട് അല്ലാഹു തആല ചെല്ലോ ഖദ് യഅലമുല്ലാഹ് ಖಂಡಿತമായിട്ടും യഅലമുല്ലാഹ് അല്ലാഹു അറിറ അല്ലാഹു ഗൊಂತಾವಳು അല്ലദീന ഒരു വിഭാഗം ആൽമാറോ എങ്ങത്തെ ആൽമാർ യതസല്ലലൂന മിൻകും ലിബാദാ യതസല്ലലൂന മെല്ലെ തപ്പാട്ടി പോണ്ട ആൽമാർ ലിബാദാ മെല്ലെ മറഞ്ഞിട്ട് ആൽമാർ കാണാത്ത നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മജ്ലിസിൽ നിന്ന് തപ്പാട്ടി പോണ്ട ആൽമാർ അല്ലാഹുഗു അങ്ങനെ സമ്പൂർണമായിട്ടുള്ള മാഹിത്തുണ്ടോ അല്ലാഹു അങ്ങനെ ഗൊಂತುണ്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നെനപ്പാക്കിട്ടിരുന്ന മുനാഫിഖീങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിൽ ഇന്നോട്ടായെങ്കിൽ ആ മജ്ലിസിൽ ആൾമാർ യാരെ ಸೇರಿയെങ്കിൽ പിന്നെ അങ്ങ ചിന്തിക്കാറ് ഞങ്ങ ഊട്ര മെല്ലെ പുറത്തു പോയെങ്കിൽ ഞങ്ങ പോയ വിഷയം ആരും ഗൊಂತಾവാല. അപ്പൊ മെല്ലെ ബലത്ത ഭാഗത്തും ഇടത്ത ഭാഗത്തും എതിരും പിറവും നോക്കിയിട്ട് മെല്ലെ തപ്പാട്ടി ഒണ്ടിന്നാറ് മുങ്ങി ഒണ്ടിന്നാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മജ്ലിസ് അത് ബെല്യാസറ ജുമുഅത്ത് മജ്ലിസ ബാക്കിയുള്ള കാര്യത്തില് മുനാഫിഖീങ്ങ ദൈക്കോಗಿ ഇഷ്ടപ്പെട്ടോണ്ടില്ലാത്ത കാരണം അങ്ങനെ കൽബ് സമില്ല അങ്ങനെ കൽബുൽ നിഫാഖ് നിറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അതിയല്ലോ അള്ളാഹു ഗൊಂತುണ്ടವ റബ്ബു ഗൊಂತಾവാട്ടെ പോണ്ടില്ല. ആരെല്ല ഡോങ്കിയാക്കിയിട്ട് മുങ്ങിട്ട് അവിടുത്തെ തപ്പാട്ടാറ അള്ളാഹുക്ക് സമ്പൂർണമായിട്ടുള്ള മാഹിതി ഉണ്ടോ. അതുകൊണ്ട് വല്ലഹദറില്ലദീന യുഖാലിഫൂന അൻ അംരി വല്ലഹദർ ജാഗ്രതാക്കട്ടെ അല്ലദീന ഒരു വിഭാഗം എങ്ങനത്തെ വിഭാഗ യുഖാലിഫൂന എതിർ പ്രവർത്തിക്കുമ്പോഴത്തെ ഒരു വിഭാഗ എതിരാവുമ്പോഴത്തെ വിഭാഗ അൻ അംരിഹി ഹീ ചെന്നെങ്കിൽ ഒന്ന അള്ളാഹു ആ അള്ളാഹു കയറ്റിക്കറ ഹീ ചെണ്ടതിരോ അർത്ഥ പോണ്ടോ. അപ്പൊ ಅದರ ಅರ್ಥ ಎಂದ್ರೆ ಅವರೆಂಗೆ ಅನ್ ಅಮ್ರಿ ಅಲ್ಲಾಹುರ ಆಜ್ಞೆ ಅಲ್ಲಾಹುರ ನಿರ್ದೇಶನ ಆ ನಿರ್ದೇಶನಕ್ಕೆ ವಿರುದ್ಧമാവുമ്പോഴത്തെ ആൾമാർ ആറ് അങ്ങനത്തെ ജാഗ്രത ആക്കട്ടെ. അല്ലെങ്കിൽ അൻ അംരിഹി ഹീ ചെല്ലതിರ ಅರ್ಥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടും മുഫസ്സിരിങ്ങ വിവരിച്ചത് കാണുക സാധ്യമാവടു. അപ്പൊ ಅದರ ಅರ್ಥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഷയത്തെ നിർദ്ദേശനാക്കുമ്പോ ആ കാര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആൾമാരോ അള്ളാഹുഗു ഗൊಂತುಂಡು അങ്ങനത്തെ ജാഗ്രത ആക്കട്ടെ. എന്ത്ര ജാഗ്രത ആക്കനായത് അൻ തുസീബഹും ഫിത്ന ಅಂಕೆ ಫಿತ್ನ ಬಂದೆತ್ತು ಅಂಕೆ ಕಷ್ಟ ಬಂದೆತ್ತು ಸಮಸ್ಯೆ ಬಂದೆತ್ತು ಅಲ್ಲಾಹ್ ಒರಿಕലും ಬಿಡಾಲ ಓಡ ಈ ಸಮಸ್ಯೆ ಬಂದது ಅದು ದುನ್ಯಾವುಲೈಟಿಕರು ದುನ್ಯಾವುಲ ಅಂಕೆ ಸಮಸ್ಯೆ ಬರು അങ്ങ കുടുങ്ങുവാറ് അങ്ങയുടെ വലിയ പ്രയാസം അനുഭവിക്കുവാറ് പരീക്ഷണത്തെ നേരിടുവാറ് ദുന്യാവിൽ മാത്രമാ അല്ല ഔ യുസീബഹും അദാബുൻ അലീം ഔ യുസീബഹും അല്ലെങ്കിൽ ഇൻക്ക് വന്നെത്തുന്നത് അദാബുൻ അലീം വേദനാജനകമായ നൊമ്പലുണ്ടാക്കുമ്പോഴത്തെ അദാബ് ശിക്ഷ ഇൻക്ക് വന്നെത്തുന്നത് ഇതോടെ ആഖിറത്തിലേറ്റിക്കറ് ആഖിറത്തില് എനിക്ക് കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ടോ നരക ശിക്ഷയുണ്ടോ ആ നരക ശിക്ഷ ആഖിറത്തിൽ കിട്ടുകയും ദുന്യാവിലും ഇങ്ങാക്കിക്കൊണ്ടുള്ള ബെടക്ക് ദുഷ്പ്രവർത്തനത്തിന് ദുഷ്ഫലമായിട്ട് കുറെ അദാബും ദുന്യാവിലും ഇങ്ങ അനുഭവിക്കാറ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം നിർദ്ദേശനാക്കുമ്പോ ಅದರ നല്ല നിലക്ക് അനുസരിക്കണം. അനുസരിക്കാത്ത ആൾമാർ അങ്ങനത്തെ എച്ചറ അങ്ങനത്തെ ജാഗ്രത ആക്കണം. ചെല്ലൊരു സന്ദേശമായിട്ടിക്കറ് 63-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചെന്നിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ആയത്ത് ഇട്ടിക്കറ് 64-ാമത്തെ ആയത്ത് അല ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് അല ഓ മനുഷ്യന്മാരെ നീ അറിയണം ഇന്നലില്ല ഖണ്ഡിതമായിട്ടും അള്ളാഹു കയറ്റിക്കറ് മാഫിസ് സമാവാതി വൽ അർദ് ആകാശലോകത്തിലുള്ള എല്ലാം വൽ അർദ് ഭൂമിയിലുള്ള എല്ലാം അത് അള്ളാഹു കയറ്റിക്കറ്. ആകാശ ലോകത്തിൽ അള്ളാഹുറ മലായിക്കത്തിങ്ങ ജീവിച്ചോണ്ടുള്ളാറ് ഭൂമി ലോകത്തിൽ കോട്യാനുകോട്ടി ജീവിങ്ങ ജീവിച്ചോണ്ടുള്ളാറ്
ആ ജീവികളെ ബഗ്ഗേറ്റിക്കർ അള്ളാഹു താല ചൊല്ലറോ ഈ ആകാശ ഭൂമിയിലുള്ള സർവവും അത് അള്ളാഹുകൊള്ളതൈറ്റിക്കറ് ಅದರೋ ಆಧಿಪತ್ಯ ಅದು ಅಲ್ಲಾಹುಗೊಳ್ಳೋ ಅಧಿಕಾರಂ ಅಲ್ಲಾಹುಗೊಳ್ಳೋ ಇದೆಲ್ಲಾತಂ ಪಡಚரும் ಅಲ್ಲಾಹು ಇವ ಎಲ್ಲಾರು ಅಲ್ಲಾಹರ ಗುಲಾಮಮಾರ್ ಇದೆಲ್ಲಂ റബ്ബുകൊള്ളതൈറ്റിക്കറ് ഖദ് യഅലമു മാ അൻതും അലൈ ഖദ് ಖಂಡಿತമായിട്ടും യഅലമു അല്ലാഹു തആല അറിറ അല്ലാഹു ഗൊಂತಾವರು മാ ഒരു വിഷയത്തോ അൻതും നിങ്ങമ അലൈഹി ആ ഒരു കാര്യത്തെ ಮೇಲೆ ಐಟಿಕರು ഉള്ളോ അത് അല്ലാഹുಗೆ ಎಂದ್ರೇಂಟು ഗൊಂತಾವರು ഒന്നാ നിങ്ങ നല്ല മുഅ്മിനീങ് ആയിട്ടായെങ്കിൽ നിങ്ങളെ ഈമാൻ അത് റബ്ബു ഗൊಂತಾವರು ഇനി നിങ്ങ ഈമാൻ പുറത്ത് കാട്ടി നടക്കുമ്പോഴത്തോ കൽബുൽ നിഫാഖ് കൂടിയോ മുനാഫിഖീങ് ആയിട്ടായെങ്കിൽ നിങ്ങളെ കൽബുൽ നിഫാഖ് അതും അല്ലാഹു ഗൊಂತಾವರು ഖദ് യഅലമു മാ അൻതും അലൈ നിങ്ങ ഏതൊരു അവസ്ഥയിലുള്ളമാ അത് അല്ലാഹു ഗൊಂತುಂಡು വയൗമ യുർജഊന ഇലൈ അതേപോലെ വയൗമ ഒരു നാളും അല്ലാഹു ഗൊಂತುಂಡು എങ്ങനത്തെ നാള് യുർജഊന നിങ്ങ മടങ്ങുകൊണ്ടു നിങ്ങളെ മടക്കുകൊണ്ടു ഇലൈഹി അള്ളാഹുടെ ഭാഗത്തേക്ക് അള്ളാഹുക്ക് നിങ്ങളെ മടക്കുമ്പോഴത്തെ ഒരു നാളുണ്ടല്ലേ അഥവാ ഖിയാമത്ത് നാൾ ಅದರ ಸಂಪೂರ್ಣമായിട്ടുള്ള മാഹിത്യ അള്ളാഹു ഗൊಂತುಂಡು അതെപ്പ നടക്കരുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ റബ്ബു ഗൊಂತಾവല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട നിങ്ങളെ ഈമാനും നിങ്ങളെ കുഫ്രിയത്തും നിങ്ങളെ നിഫാഖും അള്ളാഹു ഗൊಂತುಂಡು ഫയുനബ്ബിഉഹും ബിമാ അമിലു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം ഫയുനബ്ബിഉഹും അള്ളാഹു തആല മനുഷ്യന്മാർക്ക് ചെന്നു കൊടുക്കുന്നുണ്ട് ആ നാൾ വരുമ്പോ ആ നാളിൽ അള്ളാഹു തആല ചെന്നു കൊടുക്കറ ബിമാ ഒരു വിഷയത്തോ അമിലു അങ്ങ് എന്ത്ര അമലാക്കിറാറാ അങ്ങ് നല്ലതാക്കിയ നല്ലും അതേപോലെ അങ്ങ് ബെടക്കാക്കിട്ട് ആ ബെടക്കറും അള്ളാഹു താല ചെന്നു കൊടുക്കുകൊണ്ടു ചെന്ന് കാട്ടുകൊണ്ടു വിശദീകരിക്കുകൊണ്ടു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം വല്ലാഹു അല്ലാഹു സുബ്ഹാനഹു തആല ബികുല്ലി ഷൈഇൻ എല്ലാ വിഷയത്തെ ബഗ്ഗെയും അലീമുൻ തിലുവലിക്കുള്ളവനോ ഗൊಂತುള്ളവനോ അള്ളാഹു ഗൊಂತಿല്ലാണ്ട് ഒരു വിഷയം പോണില്ല നിങ്ങൾ എന്തെല്ലാം ആക്കിക്കൊണ്ടുള്ളാറാ നിങ്ങളെ ഓരോ ഹറക്കാത്ത് നിങ്ങളെ ചലന നിങ്ങളെ നിശ്ചലന ഇതെല്ലാം റബ്ബു ഗൊಂತುಂಡು റബ്ബു നോക്കിക്കൊണ്ടുള്ള കണ്ടോണ്ടുള്ള അറിഞ്ഞോണ്ടുള്ള നിങ്ങൾക്ക് ബേന്മാ ഇതെല്ലാം തണ്ട നിങ്ങൾ നല്ലാക്കിണ്ടായെങ്കിൽ ആ നൽമേറെ സവാബ് നിങ്ങൾക്ക് കിട്ടറ് സ്വർഗം കിട്ടും നിങ്ങൾ ഒരു വേല തിന്മാക്കിണ്ടായെങ്കിൽ ആ തിന്മേറെ ഷർറും കിട്ടറ് അള്ളാഹുര ശിക്ഷയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടുക പോണില്ല ചെല്ലവരു ആദ്യ ആശയം ചെന്നിട്ടൈറ്റിന്ത് അള്ളാഹു താല സൂറത്തു നൂറും മുക്തായമാക്കിയിട്ടുള്ളൂ ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ് താത്കാലികമായിട്ട് സൂറത്തു നൂറ് അങ്ങനെ പാട്ടുക ഇൻഷാ അല്ലാഹ് ഇനിയും പരിശുദ്ധമായിട്ടുള്ള ഖുർആന്റെ വേറെ വേറെ സൂറത്ത് അർത്ഥ വിശദീകരണ ഉടനെ അങ്ങ് ചെല്ലുക നടത്തുക അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആരെല്ലാം ഈ ക്ലാസ് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടുള്ളാറാ അള്ളാഹു എനിക്ക് എല്ലാവരും ബർക്കത്താകട്ടെ ഞങ്ങളുടെ ജീവനത്തിൽ വലിയൊരു പരിവർത്തനം അള്ളാഹു താല തന്നനുഗ്രഹിക്കുമാറാകട്ടെ ബഹാർ ചൊല്ല ഈ ഒരു മീഡിയ ചാനൽ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ കുറെ നല്ല നല്ല കാര്യ നിങ്ങളെല്ലാവരും സഹകാരത്തോടു കൂടെ നടത്തുക സാധ്യമായിട്ടുണ്ടോ ഞങ്ങൾ ഈ ഒരു ബഹാർ ടീം കയറ്റ് ഇതര പേരോട് പ്രവർത്തിച്ചുകൊണ്ടുള്ള ഓരോരുത്തർ കയറ്റും നിങ്ങൾ ദ്വാരക്കൊണ്ടും വസിയത്താക്കിയിട്ട് അൽഹംദുലില്ലാ അള്ളാഹുറോ ഒന്നുകൂടി സ്തുതിച്ചിട്ട് ലാക്ക് ശുക്റും റബ്ബുകോ സമർപ്പിച്ചിട്ട് ನನ್ನ ಪಲಕತ ನಿಪ್ಪಾಟ್ರೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್.